ഈ ക്വസ്റ്റ്യൻ നോക്കാം. 2 dice are tossed simultaneously. The probability of getting odd numbers on both the dice is. എങ്ങനെ ചെയ്യും? 2 dice are tossed simultaneously. The probability of getting odd numbers on both the dice. രണ്ട് ഡൈസ് ഇടണം അല്ലേ? ഡൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ഒരു ചെറിയൊരു ക്യൂബാണത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ചെറിയൊരു ക്യൂബാണ്. ഓരോ ഫേസിലും നമ്മൾ 1 2 3 4 5 6 മാർക്ക് ചെയ്തിട്ടുണ്ടാവും. 1 2 3 4 5 6 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഓരോ ഫേസിൽ. ഇങ്ങനത്തെ രണ്ട് ഡൈസുകളാണ് നമ്മൾ ഇടുന്നത്. ഐഡൻറ്റിക്കലായിട്ടുള്ള രണ്ട് ഡൈസുകളാണ് നമ്മൾ ടോസ് ചെയ്യുന്നത്. 1 മുതൽ 6 വരെയുള്ള നമ്പറുകളാണ് ഡൈസിൻ്റെ ഫേസിലുള്ളത്. ഇത് രണ്ടും ഒരുമിച്ച് ടോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടിലും ഓഡ് നമ്പർ വരാനുള്ള ചാൻസ് എന്താണ്? ഒരു ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ ആകെ എത്ര പോസിബിലിറ്റി ഉണ്ടെന്ന് അറിയാമോ? അതറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. 36 പോസിബിലിറ്റീസുകൾ ഉണ്ടാവും. ഒരു ഡൈ ഇട്ട് കഴിഞ്ഞാൽ 36 പോസിബിലിറ്റികൾ ഉണ്ടാവും. അതറിഞ്ഞിരുന്ന ബൈ ഹാർട്ടാക്കേണ്ടതാണ് ശരിക്കും. അതായത് നമ്മളിപ്പോൾ സാമ്പിൾ സ്പേസ് എഴുതിയെന്ന് വിചാരിക്കേ. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ള എല്ലാ കേസുകളും. ഇപ്പോൾ 1 1 1 2 ഞാൻ സ്റ്റെപ്പെല്ലാം കാണിച്ചു തരാം. 1 6 ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാമല്ലോ. ഫസ്റ്റ് ഡൈ 1 ആൻഡ് സെക്കൻഡ് ഡൈ 1. അതല്ലെങ്കിൽ ഫസ്റ്റ് ഡൈ 1 ആൻഡ് സെക്കൻഡ് ഡൈ 2 എക്സെട്ര. ഇതേപോലെ ബാക്കിയുള്ളത് എഴുതാം. 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 1 2 2 എക്സെട്ര 2 6. ഞാനിവിടെ എല്ലാം ലിസ്റ്റ് ഔട്ട് ചെയ്യണില്ല. അതുപോലെ 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 4 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ഞാൻ ഇവിടെ എഴുതുന്നില്ല. ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. സോ രണ്ട് ഡൈസ് വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതെല്ലാം കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം കൗണ്ട് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എഴുതി നോക്കാം. 36 കിട്ടും. ബൈ ഹാർട്ടാക്കി വെക്കണേ. രണ്ട് ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ ആകെ 36 കേസസ് ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൽ ഓഡ് നമ്പറുകൾ ഏതൊക്കെയാണ്? ഓഡ് നമ്പറുകൾ മാത്രം വരാൻ പാടുള്ളൂ അല്ലേ? രണ്ടിലും ഓഡ് നമ്പറുകൾ വരണം. അത് ഏതൊക്കെയാണ്? ഫേവറബിൾ കേസുകൾ നമുക്കൊന്ന് എഴുതി നോക്കണോ? ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡ് നമ്പർ ആയിരിക്കണം രണ്ടിലും. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം. 1 1 1 3 1 5 1 7 എഴുതാൻ പറ്റില്ല എന്നറിയാമല്ലോ. 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടും ഓടാവണം എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇനി 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് 3 1 3 3 3 5. ഓക്കെ. ഇനി 5 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓഡ് നമ്പറുകൾ മാത്രമേ വരാൻ പാടുള്ളൂ. 5 1 5 3 5 5. ശരിയാണോ? 6 പറ്റില്ലല്ലോ. അപ്പോൾ ഫേവറബിൾ എത്രയുണ്ട്? മൾട്ടിപ്പിൾ ചോയ്സ് ആകുമ്പോൾ സ്റ്റെപ്പുകളൊന്നും നിർബന്ധമില്ല. ഇത് എണ്ണി നോക്കാം. 9 കേസസ് ഉണ്ട്. ശരിയല്ലേ? അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറബിൾ ബൈ ടോട്ടൽ ആണല്ലോ. ഫേവറബിളായിട്ട് 9 കേസസും ടോട്ടൽ 36 കേസസും. സോ 9/36 ആണ് ആൻസർ.